ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് പ്രത്യേകമായ പ്ലാനുകളും പദ്ധതികളുണ്ട്. പലരും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത, എത്ര മനസ്സിലാക്കിയിട്ടും പിടികിട്ടാത്ത ഒരു സമസ്യ പോലെ കിടക്കുന്ന ഒരു കാര്യമാണ് എന്ത് പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ? സമയം കാണിക്കാനാണ്. അപ്പോൾ ഉണ്ടാക്കിയവനും അത് വാങ്ങുന്നവനും അതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം മോഡിഫിക്കേഷൻ അതിലുണ്ടായാലും അത് കൃത്യമായിട്ട് സമയം ആയിരിക്കണമെന്നാണ്. ഇതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം നമ്മൾ കരഞ്ഞും സങ്കടപ്പെട്ടും വിഷമിച്ചും ദുഃഖിച്ചും ആകുലപ്പെട്ടും രോഗിയായും ജീവിതം തകർത്ത് കളയാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, നമ്മൾ സന്തോഷത്തോടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. 1 പത്രോസ് 3:9 പറയുന്നുണ്ട്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുക. അടുത്ത വചനമാണ് വളരെ പ്രസക്തം. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നമ്മിൽ എത്ര പേർക്കാണ്? എല്ലാം അറിയാം, പക്ഷേ എന്നാലും എന്ന് പറയും. അപ്പോൾ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ, ഞാനും നിങ്ങളും. അതുകൊണ്ട് ഇത് വെറുതെ ഒരു പ്രസംഗമോ ഒരു സുവിശേഷ പ്രഘോഷണമോ ഒരു വാക്കോ ആയിട്ട് കേട്ടു പോകാനല്ല, ചില അനുഭവങ്ങളൂടെ പങ്കുവെക്കണം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായം തേടി വചനപ്രഘോഷണം കഴിഞ്ഞ അവസരത്തിൽ ഒരു വിധവയായ ഒരു അമ്മച്ചി വന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അടുത്ത ദിവസം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനായിട്ട് പോവുകയാണ്. 22 വർഷമായിട്ട് അന്ന് ഈ രോഗം തുടങ്ങി വയറിന് ഉള്ള അസുഖമായിരുന്നു. അപ്പോൾ എറണാകുളത്ത്, ഞാൻ ആശുപത്രിയുടെ പേരും ഡോക്ടറും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അതൊരു മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെടും. എറണാകുളത്തുള്ള അറിയപ്പെടുന്ന പ്രശസ്തമായ ആശുപത്രിയിലെ ചികിത്സയിലാണ്. അപ്പോൾ ഈ ഒരു പാവപ്പെട്ട ഏറ്റവും താഴ്ന്ന ശമ്പളത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബം മാറ്റാൻ 2 മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും. ഈ മകന് 1.5 വയസ്സ് പ്രായം എന്നാണ് പറഞ്ഞത്. അപ്പച്ചൻ മരിക്കുമ്പോൾ ഏകദേശം 1.25 വയസ്സ് കാണും. അപ്പോൾ 2 മക്കളാണുള്ളത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷെ അമ്മക്ക് പണ്ട് മുതലേ വയറുവേദനയാണ്. അപ്പോൾ അന്നേ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ചികിത്സിക്കാൻ വഴിയില്ല, നോക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇവർ ജോലിക്ക് പോയിട്ട് വേണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വളർന്ന. അപ്പോൾ പറയും, അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇറച്ചി തിളപ്പിച്ചതിൻ്റെ ഈ മസാലയുടെയും ചിക്കൻ്റെ ഇതിൻ്റെയൊക്കെ മണമൊക്കെ വരുമ്പോൾ മാസത്തിലൊരു ദിവസം പോലും ഇറച്ചി മേടിക്കാനുള്ള വകയില്ല. പക്ഷേ ആരോടും എണ്ണിപ്പിറക്കി നടക്കാതെ ഇപ്പം ഇവർ പറയുന്ന കഥയാണ്. കരഞ്ഞ് എൻ്റെ മുമ്പിലിരുന്ന് ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞ് മുളക് കരച്ചു കൂട്ടിയും ഉപ്പുമുളകും ചാലിച്ചും മുളക് കടിച്ചും കഞ്ഞിയും പാലൊന്നുമില്ല, കട്ടൻ ചായ, അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി. എന്നാൽ ആരുടെ മുമ്പിൽ ഇറക്കാതെ കൈനീട്ടാതെ ഇല്ലായ്മ മക്കളെ പരിശീലിപ്പിച്ച് വളർത്തി 2 പേരെയും ഓരോരോ കൈത്തൊഴിൽ. എനിക്ക് വളരെ അഭിമാനം തോന്നി. ഡിപ്ലോമ കോഴ്സുകളൊക്കെ 2 മക്കളെയും 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളെല്ലാം ഈ പാവപ്പെട്ട സ്ത്രീ പഠിപ്പിച്ചു. ഭയങ്കര തന്നെ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഈ വയറിൻ്റെ വേദന കൂടി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഈ 22 വർഷം പുറകോട്ടെടുത്ത് യേശുവിൻ്റെ തിരുരക്തം ഒറ്റമൂലിയാണ് കേട്ടോ. എൻ്റെ അമ്മു, തിരുരക്തത്തെ വിളിച്ച് ഇവരുടെ ബോധം ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് വേദന, വിഷമം, സങ്കടങ്ങൾ, കടിച്ചമർത്തിയ ദുഃഖങ്ങൾ, ഓർത്തതും പറഞ്ഞതും കർത്താവ് വെളിപ്പെടുത്തി തന്ന മെസ്സേജുകളൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൊട്ടിക്കരഞ്ഞ് ഇടിവെട്ടും മഴയും പോലെ എല്ലാം കഴിഞ്ഞിട്ട് ക്രൂശനായ ഈശോയെ കണ്ട് തിരക്തം കൊണ്ട് കഴുകി ക്ഷമിച്ച് ക്ഷമോടുത്ത് പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേറ്റ് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടു. പൊട്ടിച്ചിരിച്ച് മുഖമൊക്കെ തുടച്ച് ഭയങ്കര സന്തോഷത്തോടെ, മുഖത്ത് വലിയ പ്രകാശം അടിച്ച, ഉള്ളിലേക്ക് വലിയ ശക്തി കിട്ടിയ, വിശ്വസിച്ച് നിഷ്കളങ്ക ഒരു പാവപ്പെട്ട വിധവയാണ്. അതിനുശേഷം പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി. ഓപ്പറേഷൻ പറഞ്ഞിരിക്കണാണല്ല, ദീർഘനാളായിട്ട് മരുന്നിൽ നീട്ടിക്കൊടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, ഇനി ഇത് മരുന്ന് കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, ഓപ്പറേഷൻ വേണം.
അങ്ങനെ വിട്ടുമാറാത്ത വയറുവേദനയുമായിട്ട് വന്ന ആ സ്ത്രീ പറഞ്ഞ് വയറൊക്കെ ഞെക്കി എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഒത്തിരി ഭയങ്കര അത്ഭുതമായല്ലോ ബ്രദർ. ഞാൻ പറഞ്ഞ ഡോക്ടറെ തന്നെ കണ്ടാൽ മതി, ഡോക്ടർ തന്നെ പറയട്ടെ, നമ്മൾ ഡോക്ടറിൻ്റെ പണിയെടുക്കണ്ട, കാരണം ഇത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്തവരല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു, ഞെട്ടിപ്പോയി. ഓപ്പറേഷനും ഒന്നും വേണ്ട, ഇതാ ഇന്ന് വരെ ഈ നിമിഷം വരെ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കുറേ വർഷമായി, ഒരു 10 കൊല്ലത്തിനപ്പുറം ആയിരിക്കണം എൻ്റെ അടുത്ത് വന്ന് കുറേ നാൾ വചനം കേൾക്കാൻ ഈ അമ്മയും മക്കളും വരുമായിരുന്നു. അപ്പോൾ മകന് ഇവിടെ നിന്ന് കേരളത്തിലാണ് ജോലി ഉണ്ടായിരുന്നത്, വിശാഖപട്ടണത്തേക്ക് ട്രാൻസ്ഫറായി പോകുമ്പോൾ അപ്പം മകൻ പറഞ്ഞു അമ്മക്ക് രോഗശാന്തി കിട്ടിയ പറഞ്ഞു എൻ്റെ കാര്യം കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം അമ്മ പറഞ്ഞ് നിൻ്റെ കാര്യം നീ വന്ന് പ്രാർത്ഥിപ്പിക്കുക, നീ പറഞ്ഞിട്ടല്ലേ ഇതുപോലെ ഞാൻ പോയി പ്രാർത്ഥിപ്പിച്ചത്. മകനായിരിക്കും അഡ്രസ്സും ഞങ്ങളൊക്കെ കൊടുത്തത്. ആരായാലും സുഖപ്പെടുന്നത് ഈശോയാണ്ട, നമ്മൾ വെറും ഉപകരണം മാത്രമാണ്, ഒരിക്കലുമില്ല നമ്മുടെ കഴിവും എടുക്കുമല്ല. സുവിശേഷ പ്രവർത്തകർ ആരായിരുന്നാലും ഏത് കൊലകൊമ്പനായിരുന്നാലും അവർ ഒരു ഉപകരണം മാത്രം. കർത്താവ് ഭവനം പണിയതിലെ പണിക്കാരുടെ കർത്താവ് സുഖപ്പെടുത്തിയ വൈദ്യം ചികിത്സിക്കുന്നു, കർത്താവ് കാവൽ നൽകുന്നതിൽ കാവൽക്കാർ കാവലിരിക്കുന്നതും വെറുതെ. അത് തന്നെ സുവിശേഷ വേലക്കാരൻ്റെ പണി. കർത്താവ് തൊട്ടില്ലെങ്കിൽ നമ്മളെന്ത് പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇതെല്ലാം ദൈവമഹത്വത്തിനും കൂടിയാണ്. 127 സങ്കീർത്തനത്തിലെ വചനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ മകനുമായിട്ട് അമ്മ വീണ്ടും പറഞ്ഞ പ്രകാരം വന്നു. ഇവനിനി ഇവിടെ നിന്ന് വിശാഖപട്ടണത്തോട്ട് മാറ്റം വരും. അവന് ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ബ്രദറെ ഇത് എന്താണ് അമ്മച്ചിയുടെ കാര്യത്തിൽ സംഭവിച്ചത്, എത്ര വർഷമായിട്ട്? എന്നിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നീ വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നവരെ. അപ്പം ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മയും പെങ്ങളും ഉണ്ട്, പെങ്ങൾക്ക് കല്യാണമൊക്കെ നോക്കണം, എൻ്റെ ഉത്തരവാദിത്വമാണ്, അപ്പൻ്റെ സ്ഥാനത്ത് വേറെ ആരും ഇല്ല. ആ കാര്യം അമ്മയുടെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൻ്റെ വീട്ടുകാരും കുറച്ച് സഹായിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ കണക്കൂട്ടലുകൾ മാത്രമാണ്. പക്ഷേ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ജോബ് 22-28 ആ വചനത്തെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു ഞാനിത് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ ഞാൻ ചില അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തമ്പുരാൻ്റെ നിയന്ത്രണത്തിൽ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. അപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ താക്കോല് ദൈവം തന്നിരിക്കുന്നത്. മുറി അടച്ച് പൂട്ടി താക്കോലും വെച്ച് പൂട്ടിയിട്ട് അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് എന്നും പറഞ്ഞാൽ പഠിക്കേണ്ടത് പഠിക്കാതെയും ജയിക്കേണ്ടത് ജയിക്കാതെയും ഗവൺമെൻറ് ജോലിയും വേണം, അല്ലെങ്കിൽ വിസയും വേണം, അല്ലെങ്കിൽ ഭയങ്കര സമ്പത്തും വേണം എന്ന് പറഞ്ഞാൽ ദൈവം തന്ന സമയങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. നമുക്കതിനുള്ള ദൈവമായിട്ടുള്ള സഹകരണങ്ങളും ഉണ്ടാണ്. അല്ലാതെ വെറുതെ ഇങ്ങോട്ട് കായ പൊട്ടിച്ചെടുക്കുന്ന പോലെ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടക്കും. നമുക്കറിയാം, ഒരു വാഴ നട്ടാൽ അതിനൊരു കാലാവധി ഉണ്ട്, അപ്പോൾ അത് കൊലക്കും. നമ്മൾ പ്രാർത്ഥിച്ചാലും വളമിട്ടാലും വെള്ളമിട്ടാലും എന്തെല്ലാം ചെയ്താലും ആ വാഴക്കൊരു കാലാവധി ഉണ്ട്. പക്ഷേ അത് ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടുന്നത്. പക്ഷെ ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ അത് അതിനൊരു മിനിമം 5 വർഷം അല്ലെങ്കിൽ ഇപ്പം 3 വർഷത്തേക്ക് ഉണ്ട്. അപ്പോൾ പക്ഷെ അത് ദീർഘകാലം കഴിയുന്നത് വരെ ആ ഫലം നിലനിൽക്കും. അപ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരും. വാഴക്കൊലയുടെ കാര്യം പോലെ ചില കാര്യങ്ങൾ കുറച്ച് കാലം പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ആ കൊല വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം തീർന്നു. തേങ്ങ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ആ തെങ്ങിൽ നിന്ന് തന്നെ. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യം. മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കഥയിലേക്ക് തന്നെ വരട്ടെ. പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഈ മകൻ പറഞ്ഞു ബ്രദറെ എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ എന്നിട്ട് ഈ വചനം പ്രാർത്ഥിച്ചാൽ മതി. ജോബ് 22-28. അപ്പോൾ ജെറമ്യ 29:11 പറഞ്ഞു കൊടുത്തു. കർത്താവ് അന്നേരം ഓർപ്പിച്ച വചനങ്ങൾ ജെറമ്യ 29:11 പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ജോബ് 22-28 മറന്നു പോകരുത്, നീ തീരുമാനിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കുള്ളതായിട്ട് ഈ വചനം ഒന്ന് സ്വീകരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. NLP ടീമിന് വേണ്ടിയും പ്രാർത്ഥിച്ചു, പെങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, പെങ്ങളെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവരും വന്ന് ഈ മകനും അമ്മയും മകളും ലീവിന് വരുമ്പോൾ ഈ മകനും അങ്ങനെ ഇവരെല്ലാം വചനം കേട്ടു. പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുത്തു. കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ഉള്ളവരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത്
കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ല ഈ മകളും ഈ ജോലിക്കൊക്കെ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഇവളും പലയിടത്തും അപേക്ഷിച്ചു. അപ്പോൾ അവനേക്കാളും അമ്മേനേക്കാളും വലിയ വിശ്വാസിയായ പെൺകുട്ടിയല്ലേ, സ്ത്രീകൾ ഒത്തിരി ഭക്തി മാർഗമാണ്. അപ്പോൾ അവളും വന്ന് വചനം കേട്ടു. എന്നിട്ട് ഹൈക്കോടതി ജഡ്ജിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് വേക്കൻസി കണ്ടപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടും. പ്രാർത്ഥിച്ച് വചനവും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആങ്ങൾക്ക് ഇതാ എറണാകുളത്ത് തന്നെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ 6 കിലോമീറ്റർ ചുറ്റളവ് മാത്രം പോയി വരാവുന്ന അത്ഭുതകരമായിട്ട് ജോലി കിട്ടിയെന്നേ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പേരിൽ നിന്ന് കിട്ടിയ സെലക്ഷൻ. പക്ഷേ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് റിലീഫായി NOC കിട്ടിപ്പോരാൻ ഭയങ്കര പാട്. അതും ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കിട്ടി. ഇതാ പറഞ്ഞ ഡേറ്റിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത്ഭുതകരമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ ആയിരക്കണക്കിന് ജോലിക്കാരുള്ള സകലവിധ ആനുകൂല്യമുള്ള സ്ഥാപനത്തിൽ അവർ അല്പം കൂടി അവൻ്റെ അവസ്ഥ അറിഞ്ഞ് നീട്ടിക്കൊടുത്തു. അങ്ങനെ ജോലിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ കല്യാണവും കഴിഞ്ഞു, 2 കുട്ടികളുമുണ്ട്. എന്ന് മാത്രമല്ല പെങ്ങളെ ഹൈക്കോടതി ജോലി ജഡ്ജ് പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വിളിച്ചപ്പോൾ പൊട്ടിയിട്ട് അത് കിട്ടാതെ വന്നിട്ട് കരഞ്ഞ് എൻ്റെ ഉമ്മിൽ നിന്ന് കരയുക. അപ്പച്ചനൊക്കെ പണ്ട് മരിച്ചു. അപ്പോൾ പ്രാർത്ഥനയിലുള്ള ഒരു ബന്ധം കൊണ്ട് അതൊരു വലിയ ബന്ധമാണ്. അപ്പോൾ ഈ കൊച്ചു കരയണേ, ഭയങ്കര പ്രതീക്ഷയായിരുന്നു ബ്രദറെ. 6 പേരെ കഷ്ടിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ 7ാമത്തെ ആളായിപ്പോയി. ഇനി 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഇതാ വളരെ ഒരു കാരണം നൈറ്റ് ഷിഫ്റ്റ് ഒന്നുമില്ല, ദൂരമൊന്നും പോകണ്ട, പിന്നെ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ജോലി കിട്ടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള കണ്ണീരൊക്കെ തുളക്കാൻ പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വചനമാണത്, പരിശുദ്ധാമ്മയിൽ നിറഞ്ഞ വചനം, നമ്മളിലും നന്മ മാംസം ധരിക്കണം. റാൽഫ് വാൽഡോ എമേഴ്സൺ എന്ന് പറഞ്ഞ തത്വചിന്തകൻ പറയുകയാണ്, ഒരു മനുഷ്യൻ വീണ്ടും അല്ലെങ്കിൽ ദിനംപ്രതി എന്താണോ പറയുന്നത് അത് അയാൾക്ക് സംഭവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് നടക്കാൻ പോകില്ല, നടക്കൂല, കിട്ടൂല, എനിക്ക് നടക്കൂല, ഞങ്ങൾക്ക് പണ്ട് പോലെ നടന്നിട്ടില്ല. കുറച്ച് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബക്കാരെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒരാൾക്ക് പോലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല. ഇതും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കല്ലേ. കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ് നെഗറ്റീവ് ചിന്താഗതി നീ കളയാൻ പറഞ്ഞു കൊടുത്ത് ചില ഉപമകളൊക്കെ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആ വലിയ ബോധ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ മകളിങ്ങനെ പറഞ്ഞു പോയി, പ്രാർത്ഥിച്ചു പോയി. അപ്പോൾ പിറ്റേ ആഴ്ച വചനം കേൾക്കാനൊക്കെ വന്നു, പ്രാർത്ഥിച്ചൊക്കെ പോയി. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ മട്ടി ദൈവത്തിന് തുള്ളിച്ചാടി ദൈവത്തിന് നന്ദി പറഞ്ഞ് കിട്ടിയതായിട്ട്. അല്ല ബ്രദർ, 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ എടുക്കുകയുള്ളൂ, അതിലേ എനിക്ക് ഇനി അപേക്ഷിച്ച് 2ാമത് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചെന്താ, ഒരു ദിവസം ഇടിച്ചു പൊളിച്ച് നേരിട്ട് വന്നിട്ട് പറഞ്ഞു ചെയ്താൽ ബ്രദറെ അത്ഭുതം നടന്നു. ആരോ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ അത് വീണ്ടും ഒരു റിവിഷൻ വന്നിട്ട് 7 പേര് ആക്കി. അതിൽ അപ്പോൾ കേസ് കൊടുത്ത ആക്കല്ല, 7ാമത്തെ ആൾ ഞാനായതുകൊണ്ട് എനിക്ക് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ ആങ്ങളക്കും കിട്ടി, പെങ്ങൾക്കും ജോലി കിട്ടി. പെങ്ങൾക്ക് കേരള സർക്കാർ ജോലി, ആങ്ങളക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി, പിന്നെ അമ്മക്ക് ഇത്രയും വർഷമായിട്ട് കൊണ്ട് നടന്ന അവസാനം മക്കളൊക്കെ ഇതിലൊക്കെ ഒന്ന് പച്ച പിടിച്ച് അവരൊക്കെ ചെറിയ ജോലിയിലൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവരൊക്കെ പ്രായമാകട്ടെ, നോക്കാൻ ആരുമില്ല എന്നോർത്ത, സാമ്പത്തികവുമില്ല. ആ അവസ്ഥ ആ സഹോദരിയുടെ ജോലിയുടെ ESA വഴി എന്തോ കിട്ടും, അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷനൊക്കെ റെഫർ ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും അത്ഭുതം നടന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിച്ചും. ആ മകളുടെയും കല്യാണം നടന്നു, ഈ മകൻ്റെയും കല്യാണം നടന്നു. മകന് 2 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളിൽ തന്നെ അതിൻ്റെ താക്കോല്, ഇതാ വിശ്വാസമാവുന്ന ഈ താക്കോല്, ആ താക്കോല് കൊണ്ട് നമ്മുടെ ആ തടസ്സങ്ങളെയൊക്കെ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ വാക്യം, സുഭാഷിതം 23:18. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലോ ഷോർട്ട് ലിസ്റ്റിലോ എന്തിലും ആകട്ടെ ഉറച്ചു വിശ്വസിക്കുക. ഇതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇതുപോലെ മെസ്സേജ് കൊടുത്ത ഒരു സഹോദരിക്ക് ഗവൺമെൻറ് ഇതിൽ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് കോഴിക്കോടിനടുത്ത് പോസ്റ്റിംഗ് കിട്ടി. ഇനി കിട്ടൂലെന്നും പറഞ്ഞിരുന്നതാണ്. അതുപോലെ
ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ആയിട്ടുള്ള ലിസ്റ്റിൽ കിടന്ന 89ാമത്തെ റാങ്കുകാരിക്ക് ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച് കറങ്ങിത്തിരിഞ്ഞ് വന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയറായിട്ട് പോസ്റ്റിംഗ്. വീട്ടിൽ വല്ലോടത്തും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ തീരുമാനമെടുത്ത് ടെസ്റ്റൊക്കെ എഴുതി നമുക്കൊന്നും കിട്ടൂല, എന്തോരം വലിയ അല്ലെങ്കിൽ എന്തോരം ആൾക്കാർ എത്രയോ നാളായിട്ട് കിട്ടൂലെന്നും പറഞ്ഞിരുന്ന ആൾക്ക് കിട്ടി. ഇതുപോലെ ഈ വചനങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സുഭാഷിതം 23:18 കേട്ടോ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഇത് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അവർക്ക് വേണ്ടി ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. എൻ്റെ മക്കൾക്ക് ഒരു ഭാവിയുണ്ട്, എൻ്റെ മകന് എൻ്റെ മകൾക്കൊരു ഭാവിയുണ്ട്, അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. സുഭാഷിതം 23:18 ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ ജെറമിയ 29:11 നേരത്തെ പറഞ്ഞ വചനം ഈ പയ്യനോട് പറഞ്ഞു കൊടുത്ത കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. വല്ലോണം കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കട്ടെ എന്നല്ല, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജോലിയെടുത്ത് ജീവിക്കട്ടെ, ന്യായമായ വരുമാനങ്ങൾ കിട്ടട്ടെ, ന്യായമായ ആവശ്യം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത് തിരുക്കുടുംബത്തിൽ ജീവിച്ച ഈശോ, യോസേപ്പിതാവിനോടും മാതാവിനോടും ഒപ്പം ജീവിച്ച ഈശോ നിങ്ങൾക്കൊരു ഭവനം ഉണ്ടാകണമെന്നും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ജോലി കിട്ടി കുടുംബം നോക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന വൈദ്യശാസ്ത്രം കൈവഴിഞ്ഞ വ്യക്തിക്ക് ഇതുപോലെ കേരള ഗവൺമെൻറ് ജോലി കൂടെ പിന്നീട് കിട്ടാനിടയായ സംഭവമൊക്കെ. പ്രാർത്ഥിക്കാൻ വന്നത് ക്യാൻസർ മാറാനാണ്. പക്ഷേ ഇതുപോലെ വേറൊരു കാര്യം ഓർക്കുകയാണ്, ക്യാൻസറിന് വേണ്ടിയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ കാണുന്ന ഇതാണ് ഈശോ കാണിച്ചു തരുന്നത്. വിദേശയാത്ര ഉണ്ടെന്ന് പറയാനാണ്. അവർക്ക് സങ്കടവും ദേഷ്യവും എന്തൊക്കെ ഇന്നാൾ വന്ന് സോറി പറയാൻ വന്നതാണ്. കാരണം ബ്രദറിനെ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ക്യാൻസർ ചെയ്ത കീമോയും ഒന്നും സെൻസിറ്റീവ് ആകാതെ മരണം മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഇഴഞ്ഞു വലിഞ്ഞ് കഷ്ടപ്പെട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ പറയണേ വിദേശയാത്ര ഉണ്ടെന്ന്. പാസ്പോർട്ട് പോലും ഇല്ലാത്ത വ്യക്തിയാണ്. അതിനും പുറമെ ഇയാൾ എന്ത് വിവരക്കേടാ പറയുന്നതെന്ന് ആരായാലും ചിന്തിക്കും. പക്ഷേ എന്നോട് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞത് 20 പ്രാവശ്യം ഇപ്പം അതിൽ കൂടുതൽ പോയിട്ടുണ്ടാവും വിദേശയാത്ര. ആദ്യത്തെ വിദേശയാത്ര വന്നപ്പോൾ പാസ്പോർട്ട് പോലും ഇല്ല. കുടുംബത്തോടൊന്നിച്ചും അല്ലാതെ 20-ലധികം തവണ പല രാജ്യങ്ങൾ പോകാനും താമസിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്ന നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്ക് നിങ്ങളെക്കുറിച്ച് എന്നെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഇതാ എൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, എനിക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് കർത്താവിനുള്ളത്. ഈ വചനം എന്നിൽ നിറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളതെല്ലാം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. എല്ലാ പ്രതികൂലങ്ങളെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് പ്രാർത്ഥിച്ചോ. തടസ്സപ്പെട്ട് കിടക്കുന്ന ഫയലുകൾ, ലിസ്റ്റുകൾ, വേക്കൻസികൾ, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ, അതിൻ്റെ അധികാരികൾ, കല്ലുപോലുള്ള ഹൃദയങ്ങൾ, കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലിന്ന് ഉരുക്കണമേ. അപ്പോൾ അതാണ് പാട്ടിലൊക്കെ നമ്മൾ പാടും. ഇത് നമ്മുടെ ജീവിതം വചനത്തിലൂടെ നമ്മുടെ അനുഭവമായി മാറണം. ജോബ് 22:28 നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചിട്ട്. അപ്പം 3 വചനങ്ങളും മറന്നുപോയത്. ജെറമിയ 29:11, സുഭാഷിതം 23:18, ജെറമിയ 29:11. ഇതാ ക്ഷേമത്തിനുള്ള പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ വചനം കേൾക്കുന്ന കുടുംബം അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഇവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രയോജനകരമാണെന്ന് കർത്താവ് മനസ്സിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വിഷമത്തിലിരിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും ആരുമാട്ടെ, യേശുവിന് ജാതിയും മതവും ഒന്നുമില്ല കേട്ടോ. ഇതാ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. യേശു കുരിശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല. മനുഷ്യകുലത്തിൻ്റെ സമ്പൂർണ്ണ വിമോചനത്തിന് സകല മനുഷ്യരെയും ഈ പ്രപഞ്ചം മുഴുവനെയും തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാപപരിഹാര ബലിയായി യേശു തീർന്നു. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ, ഒറ്റ കാര്യം, അവന്
വിശ്വസിക്കുക. യേശുവിനോട് പറയുക, കർത്താവേ എനിക്കൊന്നും അങ്ങയെക്കുറിച്ച് ഇതുവരെ അറിയില്ലായിരുന്നു, ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, ഇത്രയും നാൾ പ്രാർത്ഥിക്കേണ്ട പോലെയല്ല പ്രാർത്ഥിച്ചത്, പക്ഷേ ഞാനിപ്പോൾ ഒരു വിഷമ അവസ്ഥയിലാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഈ വചനങ്ങളൊക്കെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അനുഭവങ്ങളും കൂടെ ഇന്ന് ജീവിക്കുന്ന ഈശോയുടെ അനുഭവങ്ങളാണ്. എബ്രായർ 13:8 പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാകട്ടെ. ഇനി ഈ വചനത്തിൽ അനുസരിച്ച് ഇവർ ജീവിക്കട്ടെ. ഈ കുടുംബത്തിൽ ഇനി കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അങ്ങനെ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കട്ടെ. ഈ 3 വചനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ അലകൾ കൊണ്ടുവരട്ടെ. യേശു കർത്താവാണെന്ന് ഇവർ അനുഭവിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവമേ, ഇത് മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം, ഈ വചനം ഇവരെ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നെങ്കിൽ, ഇതുപോലെ ഇത് ആവശ്യമുള്ള പലരെയും അവരുടെ മനസ്സിൽ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുവഴി ദൈവരാജ്യത്തിൻ്റെ യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി അങ്ങനെ വ്യാപരിക്കാനും എല്ലാവരും ദൈവമക്കളുടെ അനുഭവം പ്രാപിക്കാൻ ഇടയാകണമേ. ഇനി ഒരു വചനം കൂടെ പറഞ്ഞേക്കാം. ഇത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ജോലിയും കാറും വിസയും മാത്രമല്ല കേട്ടോ, രോഗശാന്തി മാത്രമല്ല, ഇവിടെ മാത്രം ആവശ്യമുള്ള കാര്യമല്ല. ഇങ്ങനെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് എത്തണം. ഈ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ ആരാധിച്ച് 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്കും എബ്രായർ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്കും ഇപ്പോൾ മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്ക് വേണ്ടിയും നമ്മുടെ അയൽവാസികൾക്കും നമ്മളെ കണ്ടാൽ തലതിരിച്ചു പോകുന്നവരും നമുക്കെതിരെ പാരപണിയുന്നവരും നമ്മുടെ വഴിമുടക്കിയവരോ വിവാഹം മുടക്കിയവരോ അല്ലെങ്കിൽ ശപിച്ചു പറഞ്ഞവരോ അവരെല്ലാം സമർപ്പിക്കുക. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അതുകൊണ്ട് എന്നിലൂടെ നിങ്ങളിലൂടെ അവരെല്ലാം ശത്രുവോ മിത്രമോ ആകട്ടെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. യേശു അവരെയും നമ്മളെ അനുഗ്രഹിക്കും. വെറുപ്പ് മാറ്റി പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം കെട്ടുകളഴിയും. യേശുവിൻ്റെ നാമത്തിൽ വചനപ്രഘോഷണം നൽകുന്ന അധികാരത്തിൽ മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. മാമോദീസയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈഹികമായ ദൈവികമായ കൗദാശികമായ അധികാരത്തിൽ ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന തിരുസഭയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോടും എല്ലാ നല്ല മനുഷ്യരുടെ സൽകൃത്യങ്ങളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ആരാധിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സാക്ഷ്യപ്പെടുത്താൻ ഈ മക്കൾക്ക് ഇടയാകട്ടെ. ഇവരിട്ട് കൊടുക്കുന്നവർ അവരെക്കാൾ വേഗത്തിൽ അവർക്കും ദൈവാനുഭവം, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പകരട്ടെ, വളരട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവേ, വചനപ്രഘോഷയുടെ മധ്യസ്ഥയായ അമ്മേ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ നിത്യവിരക്തനായ വിശ്വപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ കാവൽമാലാകമാരെ ദൈവഹിതം പോലെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഈ 3 വചനങ്ങളും മറന്നു പോകരുത്. പറഞ്ഞ് ആവർത്തിച്ച് വിശ്വാസത്തോടെ ഇന്നോട്ട് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും, സാക്ഷ്യപ്പെടുത്താനിടയാകും. ഹാലേലുയ.